الحمد لله الذي خلق الإنسان علمه البيان. الحمد لله الذي أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى. الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما. ما في السماوات وما في الأرض وما بينهما وما تحت الثرى. صدق الله. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കാനും വളരാനും നമുക്ക് അവസരം ലഭിച്ചു എന്നുള്ളത്. ഇസ്ലാമിക സമൂഹം അഥവാ ഉമ്മത്ത് മുസ്ലിമ, ഉത്തമ സമുദായം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സമൂഹം, മധ്യമ സമൂഹം എന്ന നിലയിൽ വിശദീകരിക്കപ്പെട്ട സമൂഹം, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത്, പൈതൃകമായി ലഭിച്ചിട്ടുള്ള സമ്പത്ത് എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു ഈ സമുദായത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനെ കുറേ കാലമായി നമ്മൾ അവഗണിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഖുർആനോടുള്ള ആഭിമുഖ്യം ഇസ്ലാമിക സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതായി
നാം കാണുന്നു. നമുക്കതിൽ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്ത് ഒന്നിലധികം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ജന്മം കൊള്ളുകയുണ്ടായി. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നായകന്മാർ നടത്തിയിട്ടുള്ള ഒരു പ്രവചനമുണ്ടായിരുന്നു. കമ്മ്യൂണിസവും മുതലാളിത്തവും ലോകത്തെ ഭരിക്കുവാനും മോചിപ്പിക്കുവാനും വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കെ ലോകത്തങ്ങിങ്ങായി ഫാസിസ്റ്റ് സംഘങ്ങളും സംഘടനകളും ജന്മം കൊള്ളുകയും വളർന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കെ ആ നവോത്ഥാന നായകന്മാർ പറഞ്ഞു, മുതലാളിത്തത്തിന് ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും പോലും ആശ്രയം ലഭിക്കാത്ത ഒരു കാലം വരും. കമ്മ്യൂണിസത്തിന് മോസ്കോവിൽ പോലും ഇടം കിട്ടാത്ത ഒരു കാലം വരും. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഫാസിസ്റ്റുകൾ അവരുടെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ കാരണം തമ്മിൽ തല്ലി നശിക്കുന്ന ഒരു കാലം വരും. അന്ന് വിശുദ്ധ ഖുർആനിന്റെ വാഹകരായ ഇസ്ലാമിക സമൂഹം തിരിച്ചറിയും, മൂസ അലൈഹിസ്സലാമിന്റെ വടി പോലെ മാസ്മരിക സിദ്ധിയുള്ള ഒരു ഗ്രന്ഥം ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നു എന്ന്. ആ ഗ്രന്ഥത്തോടുള്ള അവഗണനയായിരുന്നു തങ്ങളെ അധപ്പതനത്തിലേക്കും നിന്ദ്യതയിലേക്കും നയിച്ചിരുന്നത് എന്ന്. ആ ഗ്രന്ഥം വീണ്ടെടുക്കുന്നതിലൂടെ മാത്രമേ തങ്ങൾക്ക് വിജയിക്കാനാവുകയുള്ളൂ, ഈ ലോകത്തിന് രക്ഷ നൽകാനാവുകയുള്ളൂ എന്ന് ഇസ്ലാമിക സമൂഹം തിരിച്ചറിയുന്ന ഒരു കാലം വരും എന്ന് അവരന്ന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമെന്നോണം കമ്മ്യൂണിസത്തിന്റെ തകർച്ച സംഭവിച്ചു, മുതലാളിത്തത്തിന്റെ തകർച്ച സംഭവിച്ചു. ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ അവരുടെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളിൽപ്പെട്ട് പ്രയാസമനുഭവിക്കുന്നത് നാം കാണുകയും ചെയ്യുന്നു. ആ പ്രവചനമനുസരിച്ച് ഇനിയും സംഭവിക്കേണ്ടത് വിശുദ്ധ ഖുർആനെ ശരിയാം വണ്ണം അതിന്റെ അനുയായികൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഖുർആൻ മാസ്മരിക സിദ്ധിയുള്ള ഒരു ഗ്രന്ഥമാണ്. മൂസ അലൈഹിസ്സലാമിന്റെ വടിയെപ്പോലെ സമൂഹത്തിന്റെ അന്ധത മാറ്റാനും സമൂഹത്തിന്റെ വൈകൃതങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരൊറ്റ മൂലികയാണിത്. ഈസ അലൈഹിസ്സലാമിന്റെ മാസ്മരിക സിദ്ധികളെപ്പോലെ ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക്, ഏറ്റവും ചൊവ്വായ ദിശയിലേക്ക് വഴി കാണിക്കുന്നു. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ശരിയായ ദിശയിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥം വിശ്വാസികൾക്ക് ആവേശം നൽകുന്നു, അവരിൽ പ്രതീക്ഷ ചൊരിയുന്നു, അവരിൽ പ്രവർത്തനോത്സുകത ഉണ്ടാക്കി തീർക്കുന്നു, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. വയുബശ്ശിറുൽ മുഅ്മിനീൻ. നെഞ്ചകങ്ങളിൽ, ഹൃദയക്കൂടുകളിൽ എന്തൊക്കെ വിഷമതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുമുണ്ടോ അവയ്ക്കെല്ലാം ഈ ഗ്രന്ഥം ഒരു മരുന്നാണ്. ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആകാശലോകത്ത് നിന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്
വറഹ്മത്തുൽ ലിൽ ആലമീൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ജനങ്ങൾക്കാകെയുമുള്ള ഒരു മാർഗദർശനമാണ് ഹുദൻ. ആ മാർഗദർശനങ്ങളുടെ വിശദാംശങ്ങളാണ് വബയ്യിനാത്തും മിനൽ ഹുദാ, അല്ലാഹുവിങ്കൽ നിന്നുള്ള ഉപദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്. വമൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള മൗഇളത്ത്. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനെ അവരുടെ ഹൃദയമസ്തിഷ്കങ്ങളിലേക്ക് സ്വീകരിക്കാവുന്നതാണ്. ഹൃദയമസ്തിഷ്കങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുകയാണെങ്കിൽ സത്യാസത്യ വിവേചനത്തിന്റെ ഫുർഖാനായി വിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയമസ്തിഷ്കങ്ങളിൽ നിലകൊള്ളും. സത്യത്തെയും അസത്യത്തെയും വിവേചിച്ചറിയാൻ കഴിയുന്ന ഒരു ടൂൾ, ഒരു ഉപകരണം ഹൃദയമസ്തിഷ്കങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തു വെക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ, അതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ വിശുദ്ധ ഖുർആനിന്റെ സിദ്ധി മനസ്സിലാക്കുവാൻ നമുക്ക് ചരിത്രത്തിൽ നിന്ന് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയും. ആ ഉദാഹരണങ്ങളെല്ലാം നിരത്തിവെക്കുക ഒരു പ്രസംഗത്തിന്റെ പരിമിതിയിൽ വളരെയധികം പ്രയാസമുള്ളതായിരിക്കും. എന്നാൽ ഒരാളുടെ അനുഭവം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാം. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നീതിമാനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അനുഭവം മാത്രം. ആരായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ എന്ന് നമുക്കറിയാം. വീരശൂര പരാക്രമിയായിരുന്നു. ശരീരം കഠിനമായ, മനസ്സ് കഠിനമായ ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെക്കുറിച്ച് ആരും ചിന്തിക്കുക ഇങ്ങനെയായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകും. ഒരുപക്ഷേ ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചേക്കാം. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. അദ്ദേഹം ഒരുങ്ങി പുറപ്പെട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായിരുന്നു എന്ന് നമുക്കറിയാം. വഴിയിൽ വെച്ച് ആരോടോ സംസാരിച്ചു, കയർത്ത് സംസാരിച്ചു കൊണ്ടിരിക്കെ അപരൻ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു, ഉമറേ, നീ എന്നോടെന്തിന് കയർക്കണം? നിന്റെ സഹോദരിയും നിന്റെ അളിയനും മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായി ഉമർ റളിയല്ലാഹു അൻഹു നേരെ ചെന്നത് സഹോദരിയുടെ വീട്ടിലേക്കാണ്. സഹോദരിയും സഹോദരി ഭർത്താവും ഉള്ളിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നേർത്ത ശബ്ദത്തിൽ, മനോഹരമായ ശബ്ദത്തിൽ നിർത്തി ഖുർആൻ പാരായണം ചെയ്യേണ്ട മുറപ്രകാരം അവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് വാതിലിൽ മുട്ടുന്നത്. വാതിൽ തുറന്നു കൊടുക്കുന്നു. ഉമറാണ് എന്നറിഞ്ഞപ്പോ ബേജാറായി ഇവർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നു. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എഴുത്തു കഷ്ണം മറച്ചു പിടിക്കാൻ പോലും അവർ മറന്നുപോയി. ഓർമ്മ വന്നപ്പോഴാണ് പിന്നിലേക്ക് പിടിക്കുന്നത്. ഉമർ വളരെയധികം ക്രുദ്ധനായി അവരോട് കയർത്തു. നിങ്ങൾ മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സഹോദരി ഭർത്താവിന്റെ മുഖത്തടിച്ചത്. അടിക്കുന്നതിൽ നിന്ന് സഹോദരി തടയാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് സഹോദരിയെ പിടിച്ചു മാറ്റി തട്ടിത്തെറിപ്പിച്ച് സഹോദരി വീണുകിടക്കെ എല്ലാ ധൈര്യവും സംഭരിച്ച്
സഹോദരിയുടെ ഒരു വർത്തമാനമുണ്ട്. അത്വദ്രിബുനി അലാ അൻ ഉവഹിദല്ലാഹ്, അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നീ എന്നെ അടിച്ചത്? ഖാല നഅം, ഉമർ പറഞ്ഞു, അതെ. ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിഗ്രഹങ്ങളെയും ആരാധ്യ വസ്തുക്കളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഏകനായ അല്ലാഹു മാത്രമേ ആരാധ്യനായുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്റെ ഈ ക്രൂരമായ പ്രഹരം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയാണ്. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം കുറെ കൂടി ധൈര്യം സംഭരിച്ചുകൊണ്ട് അവർ പറയുന്ന വാക്കുകളുണ്ട്. മാ കുന്ത ഫാഇലൻ ഫഫ്അൽ, മാ കുന്ത ഫാഇലൻ ഫഫ്അൽ, നിനക്കെന്താണ് വേണ്ടതെന്നാൽ ചെയ്തോളൂ, വാളുണ്ടല്ലോ നിന്റെ കയ്യിൽ, എന്തു വേണമെങ്കിലും ചെയ്തോളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ലഖദ് അസ്ലംന. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. അളിയന്റെ നെഞ്ചത്തിരുന്ന് അളിയനെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഉമർ സ്വന്തം സഹോദരിയെ തട്ടിത്തെറിപ്പിച്ച ഈ ഉമർ തന്നെ നെഞ്ചിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അല്പം ശാന്തനായി എഴുന്നേൽക്കുകയാണ്. അദ്ദേഹത്തെ ശാന്തനാക്കിയത് സഹോദരിയുടെ ഈ ഗർജനമായിരുന്നു. എല്ലാം ആലോചിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഈ മഹാപ്രഖ്യാപനം. ഉടനെ ഉമർ ചോദിക്കുന്നത്, നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ആ പേപ്പർ ഇവിടെ, അതൊന്ന് കാണിച്ചു തരിക. അവർ പറഞ്ഞു, സാധ്യമല്ല. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, വിശുദ്ധരായ ആളുകൾക്ക് മാത്രം സ്പർശിക്കാൻ കഴിയുന്ന ഗ്രന്ഥമാണിത്, വാക്കുകളാണിത്, ഏടുകളാണിത്. നീ കുളിച്ചുവാ, അംഗശുദ്ധി വരുത്തിവാ, എങ്കിൽ നമുക്ക് ആലോചിക്കാം. ഉടനെ അദ്ദേഹം പോയി കുളിച്ച് അംഗശുദ്ധി വരുത്തി വരുന്നു. ഈ ഖുർആൻ വാക്കുകൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം സൂക്ഷ്മതയോടുകൂടി നോക്കി പാരായണം ചെയ്യുന്നു. താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത് മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വമാ ബൈനഹുമാ വമാ തഹ്ത സറാ. താഹ സൂറത്തിലെ വാക്കുകൾ നീണ്ടുപോവുകയാണ്. ഓരോ വാചകങ്ങൾ വായിക്കുമ്പോഴും ആ വാക്കുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മസ്തിഷ്കത്തെ സ്വാധീനിക്കുന്നത് പോലെ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നത് പോലെ, ഓരോ ഘട്ടത്തിലും അതുമായി അഭിരമിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അവസാനമെത്തി, ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി ഇന്നസ്സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഈ ആയത്തുകൾ കൂടി പാരായണം ചെയ്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിയോടും സഹോദരി ഭർത്താവിനോടും പറഞ്ഞു, ആരാണോ ഇത് പറയുന്നത്, ഈ വാക്കുകൾ സംസാരിക്കുന്നത് ആരാണോ, അയാൾ അല്ലാതെ ഇബാദത്തിനർഹനായി ആരുമില്ല.
അയാൾ മാത്രമേ ഈ ലോകത്ത് ഇബാദത്ത് ചെയ്യപ്പെടാവൂ. അയാൾക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായി യാതൊരാളുമില്ല. ഫദല്ലൂനി അലാ മുഹമ്മദ്, ഫദല്ലൂനി അലാ മുഹമ്മദ്. മുഹമ്മദ് എവിടെ? എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം. ഈ ത്വാഹ സൂറത്തിലെ ആദ്യ സൂക്തങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങിയതാണ്. ആ സൂക്തങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മസ്തിഷ്കത്തിൽ വലിയ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചത് എന്ന് ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു കഠിന ഹൃദയം പോലും ലോലമാക്കി കളയുന്ന, അതുപോലും നിർമ്മലമാക്കി പറയുന്ന മാസ്മരിക സിദ്ധിയുള്ള ഒരു ഗ്രന്ഥം. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഈ ഗ്രന്ഥത്തിനനുസരിച്ച് സഞ്ചരിച്ചു. ഫുർഖാൻ എന്ന പേരിലുള്ള ഈ ഗ്രന്ഥമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ചിന്തയുടെ അടിസ്ഥാനം, വിചാരങ്ങളുടെ അടിസ്ഥാനം, അദ്ദേഹത്തിന്റെ വികാരങ്ങളുടെ അടിസ്ഥാനം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫുർഖാൻ ഹൃദയമസ്തിഷ്കങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സത്യാസത്യ വിവേചനം ആ ഹൃദയമസ്തിഷ്കങ്ങളിൽ വെച്ച് സംഭവിച്ചുകൊള്ളും എന്നാണ്. ഈ ഫുർഖാൻ ഉൾക്കൊള്ളുന്ന ഉമർ ഫാറൂഖായി മാറുന്നത് ഈ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക സിദ്ധി കൊണ്ടാണ് എന്നുകൂടി നാം മനസ്സിലാക്കുമ്പോഴാണ് ആ ചിത്രം പൂർത്തിയാവുക. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കും, ഇപ്പോൾ ഇങ്ങനെ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ആയത്തുകൾ ഇറങ്ങേണ്ടതില്ലേ? ഒരു ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ആളുകൾ കള്ളുകുടിച്ചു വന്ന് നമസ്കരിക്കുന്നു, നമസ്കാരത്തിൽ അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. എന്തുകൊണ്ട് കള്ളുകുടിക്കുമ്പോൾ നമസ്കരിക്കരുത്, നമസ്കരിക്കുമ്പോൾ കള്ളുകുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സൂക്തം അവതരിക്കുന്നില്ല? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ്. കുറച്ചു നാളുകൾ കഴിഞ്ഞ് അദ്ദേഹം ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഈ മദ്യപാനം തീർത്തും നിരോധിക്കുന്ന ഖുർആൻ സൂക്തം അവതരിപ്പിക്കപ്പെടുന്നില്ല? സുഹൃത്തുക്കളോട് സംസാരിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഹൽ അൻതും മുൻതഹൂൻ, ഇനിയും വിരമിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നുള്ള ഖുർആൻ സൂക്തം അവതരിപ്പിക്കപ്പെടുകയാണ്. ബദറിൽ പിടിക്കപ്പെട്ട ബന്ധികളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന വിഷയത്തിൽ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. ഫാറൂഖ് ഒരു അഭിപ്രായം പറയുന്നു, ഉടനെ തന്നെ അള്ളാഹുവിങ്കിൽ നിന്ന് തീരുമാനമുണ്ടാകുന്നു. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം, അഭിപ്രായത്തോട് യോജിക്കുന്ന ഖുർആൻ സൂക്തങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും പരപുരുഷന്മാരും തമ്മിലുള്ള ഇടപഴകലിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തുകൂടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു. ആ സമയത്ത് വിശുദ്ധ ഖുർആൻ അതേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങൾ ഇറങ്ങുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് വചനങ്ങൾ വന്നു ചേരുകയല്ല. വചനങ്ങൾ വന്നു ചേരുന്നതിനു മുമ്പേ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു മാർഗനിർദ്ദേശം നൽകണമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയമസ്തിഷ്കങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ ഫുർഖാൻ അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്യുന്നത് എന്ന് ആ ചരിത്ര പരമ്പരകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മാസ്മരിക സിദ്ധിയുള്ള വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്
നമ്മുടെ മുമ്പിൽ ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഖുർആനോട് എങ്ങനെ നാം പെരുമാറണം? ഒന്നാമതായി നമുക്ക് ഖുർആനിനോട് ഒരു മഹബ്ബത്ത്, ഒരു സ്നേഹം വേണം. ഖുർആനിനെ നാം അദമ്യമായി സ്നേഹിക്കണം. അല്ലാഹുവോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അല്ലാഹുവിന്റെ കലാമിനോടുള്ള സ്നേഹം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബിന്റെ ഭാഗമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമായിട്ടുള്ള വിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹം. ആ ഹുബ്ബ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കണം, ഒന്നാമതായി. രണ്ടാമതായി, ഈ വിശുദ്ധ ഖുർആനിനെ ഇഹ്തിറാം ചെയ്യാൻ, ഇതിനെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. പഴയ കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ഏടിനോടെങ്കിലും ഒരു ബഹുമാനമുണ്ടായിരുന്നു. ഒരു പച്ച തുണിക്കഷ്ണത്തിൽ അത് കെട്ടി കുട്ടികൾക്ക് കിട്ടാത്ത വിധം ഉയരത്തിൽ വെക്കുമായിരുന്നു. എപ്പോഴെങ്കിലും അതെടുക്കുകയാണെങ്കിൽ എടുത്തൊന്ന് ചുംബിച്ച് ആയിരുന്നു ഖുർആൻ പാരായണം ആരംഭിച്ചിരുന്നത്. അതവിടെ വെക്കുന്നുവെങ്കിൽ ഒരു ചുംബനം നൽകിയിരുന്നു. മലബാറിലെ പഴയ സ്ത്രീകൾ ഇന്നും അത് നിലനിർത്തിപ്പോരുന്നു എന്നുള്ളത്. അത് ചെയ്യണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അതിനോടൊരു ബഹുമാനം നമുക്ക് ആവശ്യമാണ്. ആ ബഹുമാനം ഏടുകളോടുള്ള ബഹുമാനം മാത്രമാണെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളോടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനോടും നമുക്ക് ഈ ബഹുമാനം ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിശബ്ദത പാലിക്കാൻ, അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ എല്ലാ വൃത്തികേടുകളുടെയും പശ്ചാത്തല സംഗീതമായി ഖുർആൻ ഒരിക്കലും നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറിൽ വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കെ ഖുർആൻ പശ്ചാത്തല സംഗീതമായി നിങ്ങൾ ഉപയോഗിക്കരുത്. അങ്ങാടികളിൽ വൃത്തികേടുകൾ നടന്നുകൊണ്ടിരിക്കെ ആ വൃത്തികേടുകളുടെ ഇടയിൽ വൃത്തികേടുകളുടെ പശ്ചാത്തല സംഗീതമായി വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഉപയോഗിക്കരുത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സും മസ്തിഷ്കവും അതിന് നേരെ തിരിച്ചു വെക്കാൻ നിങ്ങൾ സന്നദ്ധരായിരിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആനിനോടുള്ള ഇഹ്തിറാം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത്, വിശുദ്ധ ഖുർആനോട് നാം കാണിക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ തിലാവത്താണ്. തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരാശയമാണ്. മനോഹരമായിട്ടുള്ള ഒരാശയം. തല എന്ന വാക്കിന്റെ അർത്ഥം അനുധാവനം ചെയ്തു, പിന്തുടർന്നു എന്നാണ്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ അനുധാവനം ചെയ്യലാണ്. തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിനെ അനുധാവനം ചെയ്യുക എന്നാണ് അർത്ഥം. തിലാവത്തുൽ ഖുർആൻ എന്ന വാക്ക് സാധാരണഗതിയിൽ നാം ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആൻ പാരായണത്തിനാണ്. എന്തുകൊണ്ടാണ് ഖുർആൻ പാരായണത്തിന് തിലാവത്ത് എന്ന് പറയുന്നത്? വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങളെ നമ്മുടെ കണ്ണുകൾ അനുധാവനം ചെയ്യുന്നു. കണ്ണുകളെ ചുണ്ടുകൾ അനുധാവനം ചെയ്യുന്നു. കണ്ണുകളെയും ചുണ്ടുകളെയും മസ്തിഷ്കം അനുധാവനം ചെയ്യുന്നു. ആ മസ്തിഷ്കത്തെ നമ്മുടെ ഹൃദയം അനുധാവനം ചെയ്യുന്നു. ഹൃദയ മസ്തിഷ്കങ്ങളെ നമ്മുടെ ശരീരം അനുധാവനം ചെയ്യുന്നു. നമ്മുടെ കണ്ണുകൾ അനുധാവനം ചെയ്യുന്നു. നമ്മുടെ തൊലികൾ, നമ്മുടെ രോമകൂപങ്ങൾ വരെ അനുധാവനം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിന് പിന്നാലെയുള്ള ഒരു അനുധാവന ഘോഷയാത്രയാണ് തിലാവത്തുൽ ഖുർആൻ. തിലാവത്തുൽ ഖുർആൻ. ഖുർആൻ വായിക്കുന്നവൻ ചിന്തിച്ചേ പറ്റൂ. അഫലാ തഅഖിലൂൻ, അഫലാ തശ്ഉറൂൻ, അഫലാ തതദബ്ബറൂൻ, അഫലാ തതദക്കറൂൻ.
നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് വിവരമില്ലേ? നിങ്ങൾക്ക് മൂളയില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ ഗവേഷണം നടത്തുന്നില്ലേ? നിങ്ങൾ പര്യവേക്ഷണം നടത്തുന്നില്ലേ? എന്നിങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ മൂർച്ചയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മസ്തിഷ്കങ്ങളിൽ പ്രഹരമേൽപ്പിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ചിന്തിക്കാൻ കഴിയുന്നില്ലയോ എന്ന് ഖുർആൻ അത്ഭുതപ്പെടുന്നത് കാണാൻ കഴിയും. ഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ, അവരാലോചിക്കുന്നില്ലേ എന്ന് ഖുർആൻ അത്ഭുതപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സജീവമാവുകയാണ്, അതിന് ചൂട് പിടിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല വജ്ലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഹൃദയങ്ങൾ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, നാഥനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ വരെ നിർമ്മലമായി തീരുകയാണ്, രോമാഞ്ചമണിയുകയാണ് ചെയ്യുന്നത്. തൊലി വരെ, രോമകൂപങ്ങളെ വരെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം സ്പർശിക്കുന്നു എന്നുള്ളതാണ്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അല്ലാഹുവിലേക്ക്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് മൃദുലമായി തീരുകയാണ്. ഗർഭിണികളായ സ്ത്രീകളെ കുറിച്ച് പറയും, അവരുടെ ശരീരം ഇളമിച്ച സമയമാണെന്ന് പറയും. ശരീരം ഇളമിക്കുക. എന്തിനാണ് ശരീരം ഇളമിക്കുന്നത്? ശരീരത്തിലുള്ള പോഷകാഹാരങ്ങളിൽ മുഖ്യമായ പങ്ക് ഗർഭസ്ഥ ശിശുവിലേക്ക് നീങ്ങിപ്പോകുന്നു. അതുകൊണ്ട് ശരീരം ഇളമിക്കുന്നു എന്ന് പ്രായമുള്ളവർ പറയാറുണ്ട്. എന്നതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഹൃദയം ഇളമിച്ചു പോവുകയാണ്. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും, അവരുടെ കൽബുകൾ മാത്രമല്ല അവരുടെ തൊലികളും ഇളമിച്ചു പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോ നമ്മുടെ കണ്ണുകളും നമ്മുടെ ചുണ്ടുകളും മാത്രമല്ല, തറാ അയുനഹും തഫീളു മിനദ്ദം, കണ്ണുകളും ഇതിനെ അനുധാവനം ചെയ്തുകൊണ്ട് കണ്ണുനീർ പൊഴിക്കുകയാണ്. കണ്ണുനീർ തുള്ളികൾ കണ്ണിൽ പ്രത്യക്ഷപ്പെടുന്നു. അവ ഒരു ചെറിയ അരുവിയായി രൂപാന്തരപ്പെടുന്നു. കവിളിലുകളിലൂടെ അതൊഴുകുന്നു. താടിരോമങ്ങളെ അത് നനക്കുന്നു. അത്രയും മനസ്സിന് ആഘാതമുണ്ടാക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരനുഷ്ഠാനമാണ്. വിശുദ്ധ ഖുർആനിന്റെ പിന്നാലെയുള്ള ഒരനുധാവന ഘോഷയാത്രയാണ് യഥാർത്ഥത്തിൽ തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. അതാ അർത്ഥത്തിൽ പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. പരലോകത്തെത്തിയാൽ ഇവിടെ ഖുർആൻ പാരായണം ചെയ്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും. എന്നിട്ട് അവരോട് പറയും, ഇഖ്റ വർത്തഖി, വായിക്ക്, വർത്തഖി, ഉയര്, വളർന്നോളൂ എന്ന് പറയും. വറത്തിൽ കമാ കുന്ത തുറത്തിൽ, എങ്ങനെയായിരുന്നോ നീ ദുനിയാവിൽ വെച്ച് മുറിച്ച് നിർത്തി പാരായണം ചെയ്തിരുന്നത് അതുപോലെ നീ പാരായണം ചെയ്യുക. ഫഇന്ന മൻസിലതക ഇൻദല്ലാഹ് ആഖിറ ആയത്തിൻ തഖറഉഹ, അല്ലാഹുവിന്റെ അടുത്ത് നിന്റെ സ്ഥാനം ഏതാണെന്നറിയാമോ നിനക്ക്? ആ സ്ഥാനം നീ പാരായണം ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ആയത്തിന്റെ സ്ഥാനമാണ്. നീ ഓരോ പ്രാവശ്യവും നിർത്തുമ്പോൾ ഒരു പടി നീ ഉയരുന്നു സ്വർഗത്തിൽ. വീണ്ടും നിർത്തുമ്പോൾ വീണ്ടും ഉയരുന്നു. അങ്ങനെ ഉയർന്നുയർന്ന് സ്വർഗത്തിലെ ഏത് ഉന്നത പദവിയാണ് നിനക്ക് കിട്ടുക എന്ന് ചോദിച്ചാൽ, നീ പാരായണം ചെയ്യുന്ന അവസാനത്തെ ആയത്തെത്തുമ്പോൾ നീ എവിടെ എത്തിയോ ആ പദവി നിനക്ക് സ്വർഗത്തിൽ കിട്ടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഹിഫ്ളുൽ ഖുർആൻ, അല്ലാഹു പറയുന്നുണ്ട്, നാമാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്, നാം തന്നെ അതിനെ ഹിഫ്ള് ചെയ്യും എന്ന് പറയുന്നുണ്ട്, നാം സുരക്ഷിതമാക്കി നിർത്തും എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹു ഹിഫ്ള് ചെയ്തത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടത് ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉത്തമ സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്കാണ്. മിനൽ ഖൽബി ഇലൽ ഖൽബ്, നബിയുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളിലേക്കാണ് അത് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അവർ ബൈഹാർട്ടാക്കി, അവർ മനഃപ്പാടമാക്കി. ഈ മനസ്സിൽ നിന്ന് ആ മനസ്സിലേക്ക്, ഈ ഹട്ടിൽ നിന്ന് ആ ഹട്ടിലേക്ക്, ബൈഹാർട്ട്. ഹിഫ്ൾ, മനോഹരമായ വാക്കുകളാണ്, മനോഹരമായ വാക്കുകൾ. സഹാബികളിൽ നിന്ന് താബിഈകളിലേക്ക്, താബിഈകളിൽ നിന്ന് താബിഈകളിലേക്ക്, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യപ്പെട്ടത്, സൂക്ഷിക്കപ്പെട്ടത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഹിഫ്ള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താളിയോല ഗ്രന്ഥങ്ങളിലല്ല, എല്ലുകളിലോ കല്ലുകളിലോ അല്ല, പുസ്തകങ്ങളിലോ കടലാസുകളിലോ അല്ല, കാസറ്റുകളിലോ സിഡികളിലോ ഡിവിഡികളിലോ അല്ല. അല്ലാഹു ഇത് ഹിഫ്ള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഹിഫ്ള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ ഹൃദയത്തിൽ, വിശ്വാസികളുടെ ഹൃദയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന ഭാഗം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹിഫ്ള് ചെയ്യുക എന്നതും ഖുർആനോട് നാം പാലിക്കേണ്ടുന്ന അദബാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിനെല്ലാം പുറമെയാണ് വിശുദ്ധ ഖുർആനനുസരിച്ച് ജീവിക്കുക, വിശുദ്ധ ഖുർആനിനെ സ്വന്തം ജീവിതത്തിന്റെ ഭരണഘടനയായി അംഗീകരിക്കുക എന്നുള്ളത്. അത് അംഗീകരിക്കുക മാത്രമല്ല, ജനത്തിന്റെ മുമ്പാകെ ഇതുയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാനും ഈ വിശുദ്ധ ഖുർആനിന്റെ തനി പകർപ്പുകളായി അവരുടെ മുമ്പിൽ സ്വയം പ്രകാശിതരാകുവാനും ശ്രമിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. ഈ ഹബ്ബും ഈ ഇഹ്തിറാമും ഈ തിലാവത്തും ഈ ഹിഫ്ളും ഈ ഇത്തിബാവും ഈ ദഅവത്തും ഇതെല്ലാം ചേരുമ്പോഴാണ് വിശുദ്ധ ഖുർആനോടുള്ള ബാധ്യത നിർവഹിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലുള്ള സാധാരണമായ വ്യക്തിത്വങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പശ്ചാത്തല ശക്തിയിൽ വളർന്നു വരുന്നതിന് ഈ ലോകത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം വ്യക്തികളെയാണ് ലോകമിന്ന് കാത്തുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തികളെ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ ഇസ്ലാമിക സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുത്തും തൗഫീഖും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.